ഹായ് എവരി വൺ, BSOC 134ൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജൂൺ 2024 അതുപോലെ തന്നെ ഡിസംബർ 2021 ഇടയിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും അതുപോലെ തന്നെ ആ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പം ഇന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ജൂൺ 2024 അതുപോലെ തന്നെ ഡിസംബർ 2021 ഇടയിൽ റിപ്പീറ്റഡായി വന്നിട്ടുള്ള ടോപ്പിക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കുകളെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഗ്നോ സ്റ്റഡി മെറ്റീരിയൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബൾക്കിയാണ്. ഒരുപാട് ബ്ലോക്കുകളും അല്ലെങ്കിൽ ഒരുപാട് യൂണിറ്റുകളൊക്കെ വരുന്ന സ്റ്റഡി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് കവർ ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും അതൊരു ടാസ്ക് ആയിട്ട് മാറാറുണ്ട് അല്ലേ. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അല്ലെങ്കിൽ കീ ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ആ ഒരു കീ ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെ ശ്രദ്ധിക്കുന്നതും. ഓക്കെ, അപ്പം നമുക്ക് ഓരോ ടോപ്പിക്കുകളും 1 by 1 ആയിട്ട് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, സോഷ്യൽ റിസർച്ച്. അപ്പം ശ്രദ്ധിക്കുക, BSOC 134 വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സോഷ്യൽ റിസർച്ച് അല്ലേ. അപ്പം നമുക്ക് നോക്കാം എന്താണ് സോഷ്യൽ റിസർച്ചിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ളത് നോക്കാം. ഏതൊക്കെ വർഷത്തിലാണ് ഈ ഒരു സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ റിസർച്ച്? ഹൗ ഈസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം കോമൺ സെൻസ്? അല്ലേ, ഡിസംബർ 2021 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ റിസർച്ച്? ഹൗ ഈസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം കോമൺ സെൻസ് അല്ലേ. മറ്റൊന്നാണ് ഡിസംബർ 2023 സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് സോഷ്യൽ റിസർച്ച്? ഡിസ്കസ് ഇറ്റ്സ് വേരിയസ് എലമെൻറ്റ്സ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ സോഷ്യൽ റിസർച്ച്? എക്സ്പ്ലെയിൻ 2024 അല്ലേ. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചോദിച്ച ഇയേഴ്സ് അല്ലെ. ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൺസിഡർ ചെയ്തതിൽ 4 ഇയേഴ്സിലും ഇവിടെ 3 ഇയേഴ്സും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലേ. വന്ന ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ റിസർച്ച് അല്ലേ. ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു BSOC 134 സംബന്ധിച്ചിടത്തോളം 20 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലേ. അപ്പം 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ 5 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്ത് എഴുതേണ്ടതായിട്ട് വരുന്നത് അല്ലേ. അപ്പം ഇവിടെ 20 മാർക്സിനാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ ടോപ്പിക്കിലൊക്കെ വരുന്ന ഒരു കീ വേർഡാണ്, കീ ഫ്രേസാണ് സോഷ്യൽ റിസർച്ച് അല്ലേ. അപ്പം നിങ്ങൾ ഈ ഒരു സോഷ്യൽ റിസർച്ചിനെ കുറിച്ച് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും ഇനിയിപ്പം നിങ്ങൾ ഇതിൻ്റെ രണ്ടാമത്തെ സബ് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ കീ പോയിന്റ് ചോദിച്ചിട്ടുള്ളത് ഹൗ ഈസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം കോമൺ സെൻസ് അല്ലേ. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കാണാം സബ് ടോപ്പിക്ക് വരുന്നത് ഡിസ്കസ് ഇറ്റ്സ് വേരിയസ് എലമെൻറ്റ്സ് അല്ലേ. ഇങ്ങനെ ഒരു സബ് ടോപ്പിക് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗം ഉണ്ടായിരിക്കും അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഐഡിയ ലഭിക്കുന്നില്ലെങ്കിൽ കൂടെ നിങ്ങൾ സോഷ്യൽ റിസർച്ചും അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും അല്ലേ. 20 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഔട്ട് ഓഫ് 10 ഒക്കെ സുഖമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു മിനിമം 8 തന്നെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നേടാൻ സാധിക്കും അല്ലേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ആ ഒരു കീ ടേമിനെ അല്ലെങ്കിൽ കീ ടോപ്പിക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു കീ ടോപ്പിക്കിനെ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം. ഓക്കെ, പിന്നെ ഇതിൽ ചോദിക്കുന്ന രണ്ടാമത്തെ ഒരു ടോപ്പിക്കാണ് സോഷ്യൽ തിയറി ആൻഡ് റിസർച്ച് അല്ലേ. രണ്ടാമത്തെ ടോപ്പിക്കാണ് സോഷ്യൽ തിയറി ആൻഡ് റിസർച്ച്. നോക്കൂ നിങ്ങൾ എന്താണ്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ സോഷ്യൽ തിയറി? ഡിസ്കസ് ഇറ്റ്സ് വേരിയസ് എലമെൻറ്റ്സ്. ഡിസംബർ 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതുപോലെ തന്നെ നോക്കും നിങ്ങൾ ഡിസംബർ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ തിയറി ആൻഡ് സോഷ്യൽ റിസർച്ച് അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഉണ്ടായിരുന്നു സോഷ്യൽ റിസർച്ച് അല്ലേ. അതിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്, എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സോഷ്യൽ തിയറി ആൻഡ് സോഷ്യൽ റിസർച്ച് അല്ലേ. മറ്റൊന്നാണ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ തിയറി ആൻഡ്
റിസർച്ച്. നോക്ക് നിങ്ങൾ ഇവിടെയൊക്കെ ക്വസ്റ്റ്യൻസ് 2022ലും അതുപോലെ തന്നെ 2024 അല്ലേ, ജൂണിലും ചോദിച്ചിട്ടുള്ളത് സെയിം ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ തിയറി ആൻഡ് സോഷ്യൽ റിസർച്ച്. എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ തിയറി ആൻഡ് റിസർച്ച്, രണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം ഇവിടെ ഈ ഒരു കീ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് സോഷ്യൽ തിയറിയും എന്താണ് റിസർച്ചും അതിൻ്റെ വേരിയസ് എലമെൻസും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആൻസേഴ്സിനെല്ലാം തന്നെ ക്വസ്റ്റ്യൻ എല്ലാം തന്നെ നിങ്ങൾ ആൻസർ എഴുതാൻ സാധിക്കുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പം സോഷ്യൽ തിയറി, സോഷ്യൽ റിസർച്ച് അല്ലേ, കീ ടേമാണ്. ഈ ടേമുകൾ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ചോദിക്കുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നോ നിങ്ങൾ ആൻസർ എഴുതാൻ സാധിക്കും. 100% നിങ്ങൾ കറക്റ്റാക്കി എഴുതാൻ പറ്റണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ സാധിക്കും. ഓക്കെ, മറ്റൊന്നാണ് ഒബ്ജക്റ്റിവിറ്റി ഇൻ റിസർച്ച് അല്ലെ. എന്താണ് ഒബ്ജക്റ്റിവിറ്റി ഇൻ റിസർച്ച് എന്നുള്ളതാണ് മറ്റൊരു ടോപ്പിക്ക്, മൂന്നാമത്തെ കീ ടോപ്പിക് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിവിറ്റി. ഓക്കെ, അപ്പം ഈ ഒരു ഒബ്ജക്റ്റിവിറ്റിയിൽ നിന്നും 4 ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്ത സമയത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പം നോക്കൂ നിങ്ങൾ, എക്സ്പ്ലെയിൻ കാൾ പോപ്പേഴ്സ് വ്യൂ ഓൺ ഒബ്ജക്റ്റിവിറ്റി ഇൻ സോഷ്യൽ റിസർച്ച്. ഇദ്ദേഹത്തിൻ്റെ വ്യൂ ആണ് ചോദിക്കുന്നത് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ, ഡിസംബർ 2021 ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ മാക്സ് വെബേഴ്സ് വ്യൂ ഓൺ ഒബ്ജക്റ്റിവിറ്റി ഇൻ സോഷ്യൽ റിസർച്ച്. മറ്റൊന്നാണ്, ഹൗ ക്യാൻ സോഷ്യോളജി ബി വാല്യൂ ഫ്രീ? എക്സ്പ്ലെയിൻ വിത്ത് ദ സ്യൂട്ടബിൾ ഇല്ലുസ്ട്രേഷൻ ഓഫ് എൻ ഐഡിയൽ ടൈപ്പ്. ഡിസംബർ 2023 ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റിവിറ്റി ആയിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ കൂടി. ഓക്കെ, 4th വൺ നോക്കൂ, ഡിസ്കസ് വെബേഴ്സ് വ്യൂസ് ഓൺ ഒബ്ജക്റ്റിവിറ്റി അല്ലേ. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒബ്ജക്റ്റിവിറ്റി ആണ്. അതുപോലെ തന്നെ ഓരോ സോഷ്യോളജിസ്റ്റിൻ്റെയും വ്യൂസാണ് പിന്നീട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ് കാൾ പോപ്പേഴ്സിൻ്റെ ചോദിച്ചു, രണ്ടാമത്തേത് മാക്സ് വെബേഴ്സിൻ്റെ ചോദിച്ചു അല്ലേ. അതുപോലെ തന്നെ മാക്സ് വെബേഴ്സിൻ്റെ 2 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ എവിടെ? ഡിസംബർ 2022ലും ചോദിച്ചിട്ടുണ്ട്, ജൂൺ 2024ലും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് എലോബറേറ്റ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ മാക്സ് വെബേഴ്സിൻ്റെയും കാൾ പോപ്പേഴ്സിൻ്റെയും പിന്നെ ഒക്കെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഒബ്ജക്റ്റിവിറ്റി എന്നുള്ളതും ഒരു 20 മാർക്സിന് എഴുതാൻ പറ്റുന്ന രൂപത്തിൽ നോട്ട് ചെയ്ത് വെക്കുക, അത്രയും മതി. ടെക്സ്റ്റിൽ നമ്മൾ ഒരുപാട് വേർഡ് ബൈ വേർഡ് തന്നിട്ടുണ്ടായിരിക്കും, ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് മനസ്സിലാവാൻ വേണ്ടി എത്രത്തോളം ഇൻഫർമേഷൻ വേണോ അതൊക്കെ അവർ നൽകുന്നുണ്ടായിരിക്കും. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത്രത്തോളം ബൾക്ക് ഡാറ്റയുടെയോ ഇൻഫർമേഷൻ്റെയോ പോയിൻറ്റ്സിൻ്റെയോ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, മറ്റൊന്ന് റിഫ്ലെക്സിവിറ്റി അല്ലേ. മറ്റൊരു കീ ടോപ്പിക്കാണ് റിഫ്ലെക്സിവിറ്റി. ഇപ്പോൾ റിഫ്ലെക്സിവിറ്റിയിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുത്ത സമയത്ത് കണ്ടിട്ടുള്ളത്. ഡിസ്കസ് ഗൗഡ്നേഴ്സ് വ്യൂ ഓൺ റിഫ്ലെക്സിവിറ്റി. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിഫ്ലെക്സിവിറ്റി അക്കോർഡിംഗ് ടു, കണ്ടോ നിങ്ങൾ, എ ഗൗഡ്നർ അല്ലേ. അപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ളത് സെയിം ക്വസ്റ്റ്യൻ ആണ് അല്ലേ, വ്യൂസ് ആണ് ചോദിച്ചിട്ടുള്ളത്, രണ്ടും വ്യൂ ആണ് അല്ലേ. അക്കോർഡിംഗ് ടു എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിഫ്ലെക്സിവിറ്റി. അപ്പം റിഫ്ലെക്സിവിറ്റി ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി ആൻസർ എഴുതുകയാണെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ എഴുതണം. ആദ്യം എന്താണ് റിഫ്ലെക്സിവിറ്റി എന്നും പിന്നീട് സോഷ്യോളജിസ്റ്റിനെ കുറിച്ച് കുറച്ച് എഴുതാൻ പറ്റുകയാണെങ്കിൽ അതും പിന്നീട് അദ്ദേഹത്തിൻ്റെ വ്യൂവും എഴുതുന്ന രൂപത്തിലായിരിക്കണം. ഓക്കെ, പിന്നെ അടുത്തൊരു ടോപ്പിക്കാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് അല്ലേ. ക്വാളിറ്റേറ്റീവ് റിസർച്ച്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഒക്കെ റെഗുലറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം 3 times ആണ് ഈ ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഡിസ്കസ് ദ മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഡിസംബർ 2022 ചോദിച്ചതാണ് അല്ലേ. എന്താണ് അതാ ഞാൻ പറയുന്നത്, ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ എല്ലാം തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ സാധിക്കും അല്ലേ. അതുപോലെ തന്നെ നോക്കൂ, എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് അല്ലേ. അപ്പം നോക്ക് നിങ്ങൾ, സെയിം ക്വസ്റ്റ്യൻ ആണ് ഡിസംബർ 2022ലും ഡിസംബർ 2022ലും ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഔട്ട്ലൈൻ ദ സെൻറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. 2 വർഷമല്ല, ജൂൺ 2024ലും സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാം ചോദിച്ചിട്ടുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലേ. ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മീനിങ്ങും നിങ്ങൾ എഴുതണം. എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും അല്ലേ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ നിങ്ങൾ സോർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് രൂപത്തിലാണ് സ്റ്റഡി മെറ്റീരിയലിനെ
ടാക്കിൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, മറ്റൊന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അല്ലേ. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നോക്ക് നിങ്ങൾ. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, ഡിലിനിയേറ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ജൂൺ 2022 ചോദിച്ചതാണ്. ഡിസ്കസ് വേരിയസ് ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, ഡിസംബർ 2023 അല്ലേ. അപ്പം നോക്ക് നിങ്ങൾ, ആദ്യത്തെ 2 ക്വസ്റ്റ്യനും സെയിം ആണ് ചോദിക്കുന്നത്, ഫീച്ചേഴ്സ് ആണ് ചോദിക്കുന്നത് അല്ലേ. ജൂൺ 2022 ഡിസംബർ 2021 സെയിം ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ്, എന്താണ് അതുപോലെ തന്നെ ഇതിൻ്റെ ടൈപ്സ് എന്താണ്, ഇതൊക്കെ ടെക്സ്റ്റിൽ ഒരുപാട് പേജസ് ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, മറ്റൊന്നാണ് എത്നോ മെത്തഡോളജി. ഈ ഒരു കീ ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് എത്നോ മെത്തഡോളജി റിസർച്ച്, ഡിസംബർ 2021 വന്നതാണ്. വാട്ട് ഡു യു മീൻ ബൈ എത്നോ മെത്തഡോളജി, എക്സ്പ്ലെയിൻ വേരിയസ് ഡയമെൻഷൻസ് അല്ലേ. മറ്റൊന്ന് വാട്ട് ഈസ് എത്നോ മെത്തഡോളജി, ഡിസ്കസ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ഡിസംബർ 2023 അല്ലേ. അപ്പം ഇതിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീ ടേം എന്താണോ അത് വേണ്ട രൂപത്തിൽ നോട്ട് ചെയ്ത് വെക്കുക. ഫീച്ചേഴ്സ് കോമൺ ആയിട്ട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഫീച്ചേഴ്സ് നോട്ട് ചെയ്ത് വെച്ചോളാം. അപ്പം ആ ഒരു രൂപത്തിൽ എഴുതി പിടിപ്പിക്കാം. ഓക്കെ, മറ്റൊന്നാണ് കമ്പാരിറ്റീവ് മെത്തേഡ് അല്ലേ. മറ്റൊരു ടോപ്പിക്കാണ് കമ്പാരിറ്റീവ് മെത്തേഡ്. റൈറ്റ് എ നോട്ട് ഓൺ ദ കൈംസ് യൂസേജ് ഓഫ് കമ്പാരിറ്റീവ് മെത്തേഡ് ഇൻ സോഷ്യോളജി. ഓക്കെ, മറ്റൊന്ന് റൈറ്റ് എ നോട്ട് ഓൺ കമ്പാരിറ്റീവ് മെത്തേഡ് ഓഫ് മാക്സ് വെബർ. ഡിസ്കസ് റൈറ്റ്ക്ലിഫ് ബ്രൗൺസ് യൂസ് ഓഫ് കമ്പാരിറ്റീവ് മെത്തേഡ് ഇൻ സോഷ്യൽ അനാലിസിസ് അല്ലേ. അപ്പം കമ്പാരിറ്റീവ് മെത്തേഡ് എന്താണ്, അതിൻ്റെ മീനിങ് എന്താണത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സോഷ്യോളജിസ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം കമ്പാരിറ്റീവ് മെത്തേഡും വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. 3 ടൈംസ് ഈ ഒരു ടോപ്പിക്ക് പല ക്വസ്റ്റ്യൻ രൂപത്തിൽ വന്നിട്ടുണ്ട്. മറ്റൊന്നാണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ്. റൈറ്റ് എ ക്രിറ്റിക് ഓഫ് ആൻഡ്രോസെൻട്രിക് സോഷ്യൽ റിസർച്ച് ഫ്രം ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. റൈറ്റ് എ ക്രിറ്റിക് ഓഫ് ആൻഡ്രോസെൻട്രിക് സോഷ്യൽ റിസർച്ച്. ഓക്കെ, മറ്റൊന്ന് എലോബറേറ്റ് അപ്രോച്ച് ഓഫ് ഫെമിനിസ്റ്റ് എംപാരിസിസ്റ്റ്. How does the gender of a researcher impact research? Explain with a suitable example. അപ്പം ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൻ്റെ ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ എന്താണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അഥവാ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും എഴുതാവുന്നതാണ്. പക്ഷേ ഈ ടോപ്പിക് ഒന്നും തന്നെ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് അല്ല. കോമൺ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന ഒരു ടെക്സ്റ്റും കാര്യങ്ങളും നിങ്ങളൊന്ന് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, മറ്റൊന്നാണ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്. ഏതാണ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്? ഓക്കെ, അപ്പം എക്സ്പ്ലെയിൻ ദ യൂസേജ് ഓഫ് ഡിഡക്റ്റീവ് മെത്തേഡ് ഇൻ സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി. എക്സ്പ്ലെയിൻ ദ യൂസേജ് ഓഫ് ഡിഡക്റ്റീവ് മെത്തേഡ് ഇൻ സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി. മറ്റൊന്ന് എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡക്റ്റീവ് മെത്തേഡ് ആൻഡ് ഇറ്റ്സ് യൂസേജ് ബൈ ദി എവല്യൂഷനിസ്റ്റ്. മറ്റൊന്ന് ചോദിക്കുന്നുണ്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ് ഓഫ് സോഷ്യൽ അനാലിസിസ്. അപ്പം നോട്ട് ചെയ്തിട്ടുള്ളതിലൊക്കെ കോമൺ ടേം ആണ്, കീ വേർഡാണ്, കീ ടോപ്പിക്കാണ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ് ഇൻ സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി. അപ്പം ആ ഒരു കീ ടോപ്പിക്കും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, മറ്റൊന്നാണ് സോഷ്യൽ ഇമാജിനേഷൻ. ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കീ ടോപ്പിക്ക് സോഷ്യൽ ഇമാജിനേഷൻ. റൈറ്റ് എ നോട്ട് ഓൺ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇൻ സോഷ്യൽ research. Write a note on sociological imagination in social research. Explain the significance of social imagination. ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ്. ജൂൺ 2022 ചോദിച്ചിട്ടുണ്ട്, ഡിസംബർ 2023 ചോദിച്ചിട്ടുണ്ട്. അപ്പം നോട്ട് ചെയ്ത് വെച്ചുള്ള ഒരു 20 മാർക്സിന് എഴുതാൻ പറ്റുന്ന രൂപത്തിൽ സോഷ്യൽ ഇമാജിനേഷനും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, കീ ടോപ്പിക്കുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ ഈ ഒരു റൈറ്റ് ടൈമാണ്. ഇനിയും 20 മോർ ഡേയ്സ് നിങ്ങളുടെ മുമ്പിൽ ബാക്കിയുണ്ട്. അപ്പം എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളൊക്കെ അഡീഷണൽ ക്ലാസ്
ഡീറ്റെയിൽഡ് ക്ലാസ് നൽകാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കട്ടെ. പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.